ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ ഇതാ ഇന്നൊരു ലൈനിങ്ങിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2.5 മീറ്റർ 2.25 മീറ്റർ എടുത്താൽ മതി കേട്ടോ ലൈനിങ്ങൊക്കെ. അപ്പോൾ ഞാനിവിടെയുള്ള സാരി വേസ്റ്റ് തുണിയുണ്ട്, അത് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഫോൾഡായിട്ട് മടക്കുക ആദ്യം, സെൻറ്ററും എടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് എത്രയാണോ നമുക്ക് ആ ടോപ്പ് കട്ട് ചെയ്യാനുള്ള വിഡ്ത്ത് വേണ്ടത് അത് മെഷർ ചെയ്തിട്ട് അവിടെ മടക്കുക. അവിടുന്ന് ബാക്കിയുള്ള ക്ലോത്ത് നമുക്ക് സ്ലീവിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പം 45 വീതി 60 ഇഞ്ച് വീതിയൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ഫോൾഡ് ചെയ്യണ്ട, നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ആവശ്യമുള്ള സ്ലീവിൻ്റെ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് നമുക്ക് ടോപ്പിന് എത്രയാണോ വീതി വേണ്ടത്, തയ്യൽ തുമ്പടക്കം വേണ്ടത് അത്ര എടുത്തിട്ട് മടക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് സ്ലീവിന് കട്ട് ചെയ്യാനും കൂടെ അവിടെ ബാലൻസ് ഉണ്ടാവും. കാരണം പിന്നെ നമ്മൾ വേറെ സ്ലീവ് കട്ട് ചെയ്യാൻ വേറെ ക്ലോത്ത് എടുക്കണ്ട. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമ്പം മെറ്റീരിയലിൻ്റെ മീറ്റർ നമുക്ക് കുറക്കാനും പറ്റും. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ടോപ്പിൻ്റെ വീതി എനിക്ക് ഇത്രയാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ അതാണ് കേട്ടോ ചെയ്യുന്നത്. ആ വീതി ഇതേപോലെ എടുക്കുക. ബാക്കി മെറ്റീരിയൽ ക്ലോത്ത് കുറച്ച് അങ്ങോട്ട് ഒഴിവാക്കി ഇട്ടിട്ട് ആവശ്യമുള്ളത് മാത്രം ഫോൾഡ് ചെയ്യുക. ഒരു പീസിൻ്റെ ആണ് ആദ്യം ഫോൾഡ് ചെയ്യുന്നത്, എന്നിട്ട് ഇത് മടക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ആദ്യം ഫോൾഡ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് എത്രയാണ് ടോപ്പിന് ലെങ്ത്ത് വേണ്ടത്, ഇതിപ്പോൾ ലൈനിങ് ആയതുകൊണ്ട് നമ്മളെ മെയിൻ തുണിയേക്കാൾ ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി. ഇനി അതിനേക്കാൾ 1 ഇഞ്ച് കുറയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് ആ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് വീണ്ടും കുറച്ചും കൂടെ അതേ ലെങ്ത്ത് അളവിൽ മെറ്റീരിയൽ എടുത്തിട്ട് മടക്കുക. അപ്പോൾ നമുക്ക് 2 ഫ്രണ്ടും ബാക്കിനും ഉള്ള ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ റെഡിയാവും. ഇതായി മടക്കുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നമ്മളെ സൗകര്യത്തിൽ നല്ല ക്ലിയർ ആക്കി വെച്ച് അതിൻ്റെ ശേഷം തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വലിഞ്ഞും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ കറക്റ്റ് നോക്കി അതൊക്കെ കറക്റ്റ് റെഡിയാക്കിയതിന് ശേഷം മാത്രം ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കി കട്ടിങ്ങിനൊക്കെ സൗകര്യമാവാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് ഇതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുകയും കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മെഷർമെൻ്റൊക്കെ കൂടാനും കുറയാനും ഒക്കെ സാധ്യത ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സൈഡ് ഇങ്ങനെ ഫോൾഡായിട്ടുണ്ടാവും കേട്ടോ, ഫ്രണ്ടും ബാക്കും. അപ്പോൾ അങ്ങനെ ആക്കിയതിൻ്റെ ശേഷം ലെങ്ത്തും കറക്റ്റ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കുക കേട്ടോ. ഇപ്പോൾ തീരെ അറിയാത്ത ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്ലിയറായിട്ട് പറയുന്നത്. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വീണ്ടും നമ്മൾ വീഡിയോയിൽ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ അതാ ഞാനിതാ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു ഹാൻഡ് വർക്ക് വേണ്ടി ചെയ്ത ഒരു 6 മീറ്റർ സാരീൻ്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ, ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പേപ്പർ സിൽക്ക് ആണ് മെയിൻ തുണി വരുന്നത്. അപ്പോൾ അതിന് ഒരു ലൈറ്റ് കോട്ടൺ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. സിംഗിളായിട്ടുള്ള ബ്ലാങ്ക് ആയിട്ടുള്ള പാർട്ടാണ് ലൈനിങ് വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം എനിക്ക് 45 ലെങ്ത്താണ് ടോപ്പിന് എടുക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ലൈനിങ് എടുത്തത് കേട്ടോ. എന്നിട്ട് ആ ഫോൾഡായ ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വയ്ക്കുക. ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മളെ ഓപ്പോസിറ്റ് ഭാഗം, ഇപ്പോൾ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം, ആ സൈഡിലേക്കും വയ്ക്കുക. എന്നാലും നമുക്ക് നെക്കൊക്കെ മെഷർമെൻ്റൊക്കെ റെഡി ആയി കിട്ടുള്ളൂ. അപ്പം ഞാനിതാ നെക്കും ഷോൾഡറും ഒക്കെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ടോട്ടൽ മെഷർ ചെയ്ത് വെച്ചു. ഇനി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നെക്ക് വന്നിട്ട് എടുത്ത് 3 ഇഞ്ചും ഷോൾഡർ വന്നിട്ട് 6 ഇഞ്ചും ടോട്ടൽ 7 ഇഞ്ചും റിഗാൾ വന്നിട്ട് 6.5 ഇഞ്ചും ഞാൻ എടുക്കുന്നത് കേട്ടോ.
പിന്നെ വേസ്റ്റ് ലെങ്ത്ത് ഓരോരുത്തർക്ക് ഓരോ ലെങ്ത് ആയിരിക്കും. ചിലർ ഹൈറ്റ് ഉള്ളവരുണ്ടാവും, ചിലർ ഹൈറ്റ് കുറഞ്ഞവരുണ്ടാവും. അതൊക്കെ കറക്റ്റ് മെഷർ ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുക കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും മെയിൻ മെഷർമെൻറ്റിൽ നിന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പും എടുത്തിട്ട് മെഷർ ചെയ്യുക കേട്ടോ. ഓപ്പൺ ലെങ്ത്ത് വേസ്റ്റ് ലെങ്ത്ത് ഓപ്പൺ ലെങ്ത്തും ആണ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് മെഷർ ചെയ്യേണ്ടത്. പിന്നെ അതിലേക്ക് നമ്മൾ 2 ഇഞ്ച് വെച്ചിട്ട് സൈഡിൽ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ സെപ്പറേറ്റ് ആക്കുക, ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് റെഡിയാക്കുക. അപ്പം ഞാനിത് ഓൾറെഡി കട്ട് ചെയ്ത് റെഡിയാക്കിയത് കറക്റ്റ് മെഷറായിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചതുകൊണ്ട് അധികം ഒന്നും സൈഡിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാനില്ല കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന അവിടെയും ഷേപ്പ് ചെയ്യുന്ന അവിടെയും ഒന്ന് കട്ട് മാർക്ക് ചെയ്യാം, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്നവർ മറക്കാണ്ട് ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വേറെ കുറേ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചില വീഡിയോസ് ലെങ്തി ആയിരിക്കും, ചിലത് ലെങ്ത് കുറവുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇതാണ് കട്ടിങ്ങിൻ്റെ വീഡിയോ. ടോപ്പ് കട്ടിങ്ങിൻ്റെ ലൈനിങ് ആണ് ഫസ്റ്റ് കട്ട് ചെയ്യുക. ടോപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലൈനിങ് ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനും കറക്റ്റായിട്ട് എടുക്കുക. ഇനി നമ്മൾ സ്ലീവിനുള്ള ക്ലോത്ത് ലൈനിങ് ക്ലോത്താണ് കേട്ടോ കട്ട് ചെയ്യണേ. അപ്പോൾ അതാ സ്ലീവിന് ഞാൻ 9.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് ഞാൻ ഇങ്ങനെ മടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വീണ്ടും ഞാൻ ഒരു മടക്കും കൂടെ അവിടെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ മടക്കണേ. ഇങ്ങനെ ഒന്നും കൂടെ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ സ്ലീവിന് വേണ്ടിയിട്ട്. അങ്ങനെ 2 ഫോൾഡാണ് കേട്ടോ വരുന്നത്. അല്ലെങ്കിൽ സ്ലീവിൻ്റെ അവിടെ ഓപ്പൺ ആയിട്ട് നമുക്ക് ഇതായി മിസ്റ്റേക്ക് വരില്ലേ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ക്ലിയർ ആവും, നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഫോൾഡായ 2 സ്ലീവിൻ്റെ ക്ലിയറായി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയലിൽ നിന്ന് മാറ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ മെഷർ ചെയ്യണേ. അപ്പോൾ ഞാൻ സാരിയിൽ ഹാൻഡ് വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ പിക്കൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ പിക്കെല്ലാം ചെയ്ത വർക്കാണ് കേട്ടോ ഉള്ളത്. അതാ കണ്ടില്ലേ. അപ്പോൾ അത് കുറച്ചൊരു കട്ടിയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ എൻ്റേത് അവിടെ കുറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ജോയിൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ മറ്റേ സൈഡിലും ഉണ്ട്, ഈ സൈഡിൽ ഉണ്ടാവില്ല എന്ന് കരുതി. അപ്പോൾ ഈ സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അധികവും കുറവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് സ്ലീവ് ലെങ്ത്ത് കൊടുക്കുക. ഞാനൊരു 16 ഇഞ്ചാണ് തയ്യൽ തുമ്പ് അടക്കം എടുക്കുന്നത്. അത് ആ ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇല്ലയെന്ന് കരുതിയിട്ട് ഇവിടേക്ക് മെഷർ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. ഇനി ഒരു 3.5